എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഒരു കോഴിമുട്ട കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് 2 വലിയ തക്കാളി ചെറിയ പീസസായി കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അതിലേക്ക് ഒരു 6 വെളുത്തുള്ളിയും ചേർക്കുക. 6 അല്ലി വെളുത്തുള്ളി ചേർക്കുക. ഇതിനൊപ്പം അരയ്ക്കാനായിട്ട് കുറച്ച് കഷ്ണം പനീറാണ് ചേർക്കുന്നത്. ഇതൊക്കെ ഹോം മെയ്ഡാണ്, അതുകൊണ്ട് വലിയ ഷേപ്പൊന്നും ഇതിനുണ്ടാവില്ല. പനീർ കഷ്ണങ്ങൾ ചേർക്കുക. പനീർ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല സ്മൂത്തായിട്ട് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു വലിയ കാപ്സിക്കം ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. 2 വലിയ സവാള എടുത്തതിന് ശേഷം ഒരു ചോപ്പറിൽ ഇട്ടിട്ടോ അല്ല നമ്മളുടെ കൈ കൊണ്ടോ തന്നെ പൊടിയായി അരിഞ്ഞെടുക്കുക. ഈ കോഴിമുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് കുക്കിംഗ് ഓയിൽ ചേർക്കുക. റിഫൈൻഡ് ഓയിൽ ചേർത്താൽ മതി, വെളിച്ചെണ്ണ ഇതിന് ചേർക്കണ്ട. അതിലേക്ക് പൊടിയായി അരിഞ്ഞ ഉള്ളി ക്യാപ്സിക്കം ഒക്കെ നന്നായിട്ട് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ക്യാപ്സിക്കമും ഉള്ളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായി വഴണ്ട് വന്ന ക്യാപ്സിക്കം ഉള്ളിയിലേക്ക് 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കുക. നന്നായി വഴറ്റുക. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ കറിക്ക് എഗ് ഷാഷുക്കി എന്നാണ് പറയുക. പക്ഷെ എന്തായാലും നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറി ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നന്നായി വഴണ്ട് വന്ന ഉള്ളി ക്യാപ്സിക്കം മിക്സറിലേക്ക് നമ്മൾ അരച്ച് വെച്ച തക്കാളി, പനീർ പീസസ്, വെളുത്തുള്ളിയൊക്കെ അരച്ചത് മിക്സർ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നന്നായി വഴറ്റിയെടുത്തു. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. കുറച്ചൊരു ഗ്യാപ്പ് വെച്ചിട്ട് പൊട്ടിച്ചു വയ്ക്കുക. കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം കുറച്ചൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഒരു സ്ലോ ഫ്ലെയിമിൽ വേവിക്കുക. എഗ്ഗൊക്കെ നന്നായി വെന്ത് വന്നു. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി റെഡിയായി. ഇത് ശരിക്കും ഒരു ഇന്ത്യൻ മസാലകളൊക്കെ ചേർത്തിട്ടുള്ള ഒരു ടർക്കിഷ് വിഭവമാണ്. എഗ്ഗ് കൊണ്ട് ഉണ്ടാക്കിയ ടർക്കിഷ് വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സിമ്പിൾ റെസിപ്പി അല്ലേ, വലിയ ചേരുവകളൊന്നും ചേർക്കണില്ലല്ലോ. മസാല മുകളിലൊക്കെ ഇട്ടതിന് ശേഷം ഇങ്ങനെ നമുക്ക് വിളമ്പാം. ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചോറിൻ്റെ കൂടെയും നന്നായിരിക്കും.